ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഹയൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മോൻ വന്നിട്ടുണ്ട്. മോനെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇതിനു മുന്നേ ഞാൻ ഹയൽ സിറ്റിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പോകുന്ന വഴിക്ക് കണ്ട ആട്ടിൻകൂട്ടങ്ങളാണിത്. നമുക്കൊരുപാട് ക്യാമൽസിനെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ഏറിയ ഭാഗവും മരുപ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങ് ദൂരെയായിട്ട് ആ കോട്ട പോലെ കാണുന്നത് മലനിരകളാണ്. ഒരുപാട് ദൂരത്തിലിങ്ങനെ മലനിരകൾ വ്യാപിച്ചു കിടക്കുകയാണ്, കണ്ടില്ലേ. നമ്മളൊരു 4 മണിയോടുകൂടിയാണ് തിരിച്ചത്. അപ്പോൾ ഈ ഹയൽ സിറ്റി എന്ന് പറഞ്ഞാൽ മലനിരകൾക്കിടയിലുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യനെ ആയാലും ചന്ദ്രനെ ആയാലും കാണാൻ നല്ല ഭംഗിയാണ്. വളരെ വലിയ വലുപ്പത്തിലാണ് കാണാൻ കഴിയുക. നല്ല ഭംഗിയോടെ കാണാൻ പറ്റും. നാട്ടിലെങ്ങും ഞാനിങ്ങനെ അത്രയും വലുപ്പത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കണ്ടില്ല. ഈ വഴിയരിയിൽ കാണുന്ന ഈന്തപ്പനകളെല്ലാം കുലച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ ഈ ചൂട് സമയത്താണ് ഈന്തപ്പഴം പാകമാകുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിനടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ റിയാദ് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് യാത്രകൾ ചെയ്യുന്നത്. ഇതിപ്പം ഇവിടെ ഞങ്ങളിപ്പം സ്റ്റേ ആയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. എന്നാലും ഇവിടുന്ന് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും സർവീസുകളുണ്ട്. അപ്പം നമ്മൾ എയർപോർട്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ചെറിയ എയർപോർട്ടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി മോനെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ. അപ്പോൾ വലിയ സന്തോഷമായി. ആൾ വെക്കേഷനായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു.